കൺവേർഷൻ ബിറ്റ്വീൻ കാനോനിക്കൽ ഫോംസ്. അതായത് ഒന്നുകിൽ കാനോനിക്കൽ സം ഓഫ് പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ കാനോനിക്കൽ പ്രോഡക്റ്റ് ഓഫ് സമ്മിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റേ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് പറയുന്നതിൻ്റെ മുന്നേ കുറച്ച് കൺസെപ്റ്റ്സ് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് ഓഫ് 3 ലിറ്ററൽസ് എ ബി സി. അപ്പോൾ ഈ 3 ലിറ്ററൽ വെച്ചിട്ടുള്ളൊരു ഫംഗ്ഷൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ തന്നത്. അപ്പോൾ ഈ ട്രൂത്ത് ടേബിളിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ സം ഓഫ് പ്രോഡക്റ്റ്സ് എഴുതുകയാണ്, അതായത് സം ഓഫ് മിൻ ടേംസ് എഴുതുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ട്രൂത്ത് ടേബിളിൽ ഫംഗ്ഷൻ കോളത്തിൽ എവിടേക്കാണോ 1 വന്നത് അതിൻ്റെയൊക്കെ മിൻ ടേംസിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ 1 വന്നത് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്, 4 1 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 4 പൊസിഷനിലാണ് എഫ് എന്ന് പറഞ്ഞ കോളത്തിൽ 1 വന്നത്. അപ്പോൾ ഫംഗ്ഷന് 4 സ്ഥലങ്ങളിൽ 1 വന്നു. അപ്പോൾ 4 സ്ഥലങ്ങളിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മിൻ ടേംസിൻ്റെ സമ്മാണ് നമ്മുടെ കാനോനിക്കൽ സം ഓഫ് മിൻ ടേംസ് എന്ന് പറഞ്ഞ ഫോം. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എഫ് ഓഫ് എ ബി സി ഷോർട്ട് നൊട്ടേഷനാണ് എടുത്തത് സിഗ്മ എം 1467. കാരണം 1 എന്ന് പറഞ്ഞ ബൈനറി നമ്പറിൻ്റെ കറസ്പോണ്ടിങ് മിൻ ടേം ആണ് ഇവിടെ 1 ആയിട്ടിരിക്കണമെന്ന്. അടുത്തത് 4ൻ്റെ പൊസിഷനിൽ 1 ആണ്, ദെൻ 6ൻ്റെ പൊസിഷനിലും 7ൻ്റെ പൊസിഷനിലും 1 ആണ്. അപ്പോൾ നമുക്കിതിനെ സം ഓഫ് മിൻ ടേംസ് ആയിട്ട് എഴുതുമ്പോൾ സിഗ്മ എം 1467 എഴുതാം. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നോക്കാം. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിൽ എവിടേക്കാണോ 0 വന്നത് അവിടേക്ക് 1 വരും, എഫിൽ 1 വന്നിടത്തൊക്കെ 0 വരും. അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ എഫിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ. കോംപ്ലിമെൻറ്റിൻ്റെ മീനിങ് തന്നെ അതല്ലേ. എ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 1 ആയിരിക്കും, എ 1 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ എഫിന് എവിടേക്കാണോ 0 വന്നത് അവിടെയൊക്കെ 1ഉം എവിടേക്കാണോ 1 വന്നത് അവിടെയൊക്കെ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ വാല്യൂസ് വരിക. അതായത് എഫിൽ 0 വന്ന സ്ഥലങ്ങളിലൊക്കെ എഫ് കോംപ്ലിമെൻറ്റിൽ 1 വന്നിട്ടുണ്ട്. അപ്പോൾ എഫ് കോംപ്ലിമെൻറ്റിനെ നമുക്കിങ്ങനെ സം ഓഫ് മിൻ ടേംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് കോംപ്ലിമെൻറ്റ് എ ബി സി സിഗ്മ എം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഈ കോളം ഇവിടെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും എഫ് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എഫിൽ മിസ്സിങ് ആയിട്ടുള്ള മിൻ ടേംസ് ഏതൊക്കെയാണോ ആ മിൻ ടേംസ് ഒക്കെയാണല്ലോ 0 ആയിപ്പോയത് എഫിൽ. അപ്പോൾ അതൊക്കെ ആയിരിക്കും എഫ് കോംപ്ലിമെൻറ്റിൽ 1 ആയിട്ട് വരിക. അപ്പോൾ എഫ് കോംപ്ലിമെൻറ്റിനെ സം ഓഫ് മിൻ ടേംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫിൽ മിസ്സിങ് ആയിട്ടുള്ള മിൻ ടേംസ് ഏതൊക്കെയാണോ അതൊക്കെ ഇവിടെ അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ 0 2 3 5. അപ്പോൾ എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും സിഗ്മ എം 0 2 3 5. ഇനി അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, മിൻ ടേംസിൻ്റെ ഡെസിഗ്നേഷൻ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ M0 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് M5 ഇതാണ് നമ്മുടെ എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ എഫ് കോംപ്ലിമെൻറ്റിനെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാണ്. എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ആണ് അല്ലേ. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ ഞാൻ എഫ് കോംപ്ലിമെൻറ്റ് എന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഫംഗ്ഷൻ കിട്ടണം, സിഗ്മ എം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടണം. അപ്പോൾ ഞാൻ എഫ് കോംപ്ലിമെൻറ്റിനെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാണ്. നോക്കാം, എഫ് കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു M0 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് M5 കോംപ്ലിമെൻറ്റ്. ഇതിൻ്റെ മുകളിൽ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ്, ഡിമോർഗൻസ് ലോയിൽ എന്താ പറയണത്, എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സി കോംപ്ലിമെൻറ്റ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ M0 കോംപ്ലിമെൻറ്റ് ഡോട്ട് M2 കോംപ്ലിമെൻറ്റ് ഡോട്ട് M3 കോംപ്ലിമെൻറ്റ് ഡോട്ട് M5 കോംപ്ലിമെൻറ്റ് ഇങ്ങനെ വന്നു. അതായത് ഈ പ്ലസ് ഒക്കെ മാറി ഡോട്ടായി ഓരോ ടേമിനും കോംപ്ലിമെൻറ്റ് ഇട്ടു. നമ്മൾ മിൻ ടേമോ മാക്സ് ടേമോ എന്താണെന്ന് എഴുതിയപ്പോൾ നിങ്ങൾക്കറിയാം, മിൻ ടേമിൻ്റെ ഒരു M0 എന്ന് പറഞ്ഞ മിൻ ടേമിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ M0 എന്ന് പറഞ്ഞാൽ മാക്സ് ടേം ആണ് വരിക. അപ്പോൾ M0 കോംപ്ലിമെൻറ്റ് എന്താണ്, മാക്സ് ടേം M0 ഡോട്ട് മാക്സ് ടേം M1 ഡോട്ട് M3 ഡോട്ട് M5 ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ഇതിനെ നമുക്ക് പൈ എന്ന് വെച്ചിട്ട് എഴുതാം. പൈ എം ഓഫ് 0 1 3 5 ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ഇതെന്തായിരുന്നു, എഫ് കോംപ്ലിമെൻറ്റ് ആയിരുന്നു. എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എഫ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതിയത്, സിഗ്മ എം 1467 എന്നാണ് എഴുതിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ക്യാപിറ്റൽ എം, ഇവിടെ 1 അല്ല കേട്ടോ 2 ആണ്, പൈ എം താഴെ എഴുതിയത് 0 2 3 5 ആണ്. അപ്പോൾ പൈ എം 0 2 3 5 എന്ന് എഴുതാം.
അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾക്കൊരു സം ഓഫ് പ്രോഡക്ട്സ് ടേം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സം ഓഫ് മിൻ ടേംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതൊക്കെ മിൻ ടേം ആണോ മിസ്സിംഗ് ആയിട്ടുള്ളത്, ആ മിൻ ടേമിൻ്റെ കറസ്പോണ്ടിങ്, മിസ്സിംഗ് ആയിട്ടുള്ള മിൻ ടേമിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എഴുതിയാൽ മതി. അതായത് ഇവിടെ 1, 4, 6, 7 മിൻ ടേംസ് ആയിരുന്നു വന്നത്. അപ്പോൾ അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള മിൻ ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0, 2, 3, 5 ആണ്. ആ മാക്സ് ടേംസ് വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് എഴുതാൻ പറ്റുക. അപ്പോൾ നേരത്തെ നിങ്ങൾ ചെയ്ത എക്സാമ്പിൾ, ട്രൂത്ത് ടേബിളിൻ്റെ മുകളിൽ നിന്ന് സം ഓഫ് മിൻ ടേംസും പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസും എഴുതുന്ന ഒരു എക്സാമ്പിൾ ചെയ്തിരുന്നു നമ്മൾ. ആ എക്സാമ്പിൾ ഒരേ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ മിൻ ടേമും മാക്സ് ടേമും എഴുതിയത്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മിൻ ടേം എഴുതുന്ന സമയത്ത് എവിടെയൊക്കെയാണോ 1 വന്നത് അതിൻ്റെയൊക്കെ മിൻ ടേം ആണ് എഴുതിയത്. അപ്പോൾ അതിൽ മിസ്സിംഗ് ആയിടത്താണ് 0 വരുന്നത്. അപ്പോൾ മാക്സ് ടേം എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? എവിടെയൊക്കെയാണോ 0 വന്നത് അതിൻ്റെയൊക്കെ മാക്സ് ടേം ആണ് എഴുതിയത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 0 വരുന്നതിൻ്റെയൊക്കെ മാക്സ് ടേം എഴുതാം. അതുതന്നെയാണ് മിൻ ടേമും മാക്സ് ടേമും എഴുതുന്നതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? 1 വരുന്ന സ്ഥലത്തെ എല്ലാം മിൻ ടേമും 0 വരുന്ന സ്ഥലത്തേക്ക് മാക്സ് ടേമും ആണ് എഴുതുക. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഓൾജിബ്രേക്ക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് സം ഓഫ് മിൻ ടേംസ് തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേം എഴുതണമെങ്കിൽ ഏതൊക്കെ മിൻ ടേം ആണോ മിസ്സിംഗ് ആയിട്ടുള്ളത് ആ മിൻ ടേമിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് മാക്സ് ടേം എഴുതിയാൽ മതി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എ കോമ ബി ഈക്വൽ ടു സിഗ്മ എം 1, 3. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇതിപ്പോൾ സം ഓഫ് മിൻ ടേംസ് ആയിട്ടാണ് തന്നത്, സിഗ്മ എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് സം എഴുതണമെങ്കിൽ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് എഴുതണമെങ്കിൽ ഈക്വൽ ടു പൈ ക്യാപിറ്റൽ എം. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള മിൻ ടേംസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറാണ് എഴുതേണ്ടത്. ഇപ്പോൾ 0 മിസ്സിംഗ് ആണ്, 2 മിസ്സിംഗ് ആണ്. ഇനി ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? അത് നമ്മൾ എങ്ങനെയാണ് അറിയുക? മൊത്തം എത്ര മിൻ ടേം ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് എത്ര എണ്ണം മിസ്സിംഗ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 0യും 2യും മാത്രമാണ് മിസ്സിംഗ്. കാരണം എന്താണ്? ഇവിടെ എ ബി എന്ന് പറഞ്ഞ 2 വേരിയബിൾസാണ് തന്നത്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് ഉണ്ടാകുമ്പോൾ 2 വേരിയബിൾസ് വെച്ചിട്ട് എത്ര മിൻ ടേംസ് ഉണ്ടാവും? 2⁻²2 മിൻ ടേംസ്. അതായത് 4 മിൻ ടേംസ് ആണ് ഉണ്ടാവുക. 0, 1, 2, 3. അപ്പോൾ ഇതിൽ 1ഉം 3യും ഇവിടെ വന്നു. അപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളത് 0യും 2ഉം ആണ്. അതേസമയം നിങ്ങൾക്കിപ്പോൾ എഫ് ഓഫ് എ ബി സി ഈക്വൽ ടു സിഗ്മ എം 1, 3 എന്നാ തന്നേ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മിസ്സിംഗ് ആണ്? പൈ എം എഴുതുന്ന സമയത്ത് 0, 2, ദെൻ 4, 5, 6, 7 ഇത്രയും മിസ്സിംഗ് ആണ് അല്ലേ? കാരണം എന്താണ്? ഇവിടെ 3 വേരിയബിൾസ് ഉള്ളതുകൊണ്ട് 2⁻³ ഈക്വൽ ടു 8 മിൻ ടേംസ് ആണ് വരിക. അതിൽ 1ഉം 3യും മാത്രം ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കി 6 മിൻ ടേംസ് മിസ്സിംഗ് ആണ്. ആ 6ഉം ഇവിടെ എഴുതണം. അപ്പോൾ നമ്മൾ ഒരു സം ഓഫ് മിൻ ടേംസ് തന്നിട്ട് അതിനെ പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ ഏതൊക്കെ മിൻ ടേംസ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മിൻ ടേംസിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് മാക്സ് ടേം ആണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു എക്സ്പ്രഷനാണ് തന്നത്, എ ഡോട്ട് ബി ഡോട്ട് സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി ഡോട്ട് സി കോംപ്ലിമെൻറ്റ്. ഇങ്ങനെയാണ് തന്നതെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ സം ഓഫ് മാക്സ് ടേംസ് ആയിട്ട് എഴുതുക? ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നേരെ ഇത് M7 ആണ്, ഇത് M2 ആണ്, ഇത് M5 ആണ്, ഇങ്ങനെ എഴുതുക. അതായത് സിഗ്മ എം ഓഫ് 2, 5, 7 ആണ്. അപ്പോൾ അതിനെ മാക്സ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈ എം ഓഫ് 0, 1, 3, 4, 6 ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് മൊത്തം 8 എണ്ണത്തിൽ 3 എണ്ണം ഉണ്ടായിരുന്നു, 5 എണ്ണം മിസ്സിംഗ് ആണ്. ആ 5 എണ്ണം മിസ്സിംഗ് ആയിട്ടുള്ള 5 എണ്ണം എഴുതുക. ഇതിനെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതുപോലെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് മാക്സ് ടേം എഴുതാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മിസ്സിംഗ് ആയിട്ടുള്ള മിൻ ടേംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ ആകെ എത്ര മിൻ ടേം ഉണ്ടെന്ന് അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എ ബി എന്നായിരുന്നപ്പോൾ 2 എണ്ണം, അപ്പോൾ 4 മിൻ ടേം ആണുള്ളത്. 3 എണ്ണം ഉള്ളപ്പോൾ 8 മിൻ ടേം ആണുള്ളത്. ഇനിയിപ്പോൾ 4 എണ്ണം ഉണ്ടെങ്കിൽ 2⁻4 മിൻ ടേംസ് ആണുള്ളത്. അതായത് 16 മിൻ ടേംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മിസ്സിംഗ് ആയിട്ടുള്ള ടേം എഴുതാൻ.